السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني مرادي. خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله مولانا العلي العظيم. قال النبي صلى الله عليه وسلم إذا جاء رمضان فتحت أبواب الجنة وغلقت أبواب النار وصفدت الشياطين. صدق رسوله الأمين. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധവും പരിപാവനവുമായ റമളാൻ മാസത്തിൻ്റെ 4-ാമത്തെ ദിവസത്തിൽ നോമ്പ് പിടിക്കുവാൻ ആദരായ റബ്ബ് നമുക്കോരോരുത്തർക്കും തൗഫീഖ് നൽകി അവൻ കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളും അപാകതകളും വീഴ്ചകളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിൽ നാഥനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആരക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികൾ. വിശുദ്ധമായ ഖുർആൻ്റെ പല ഭാഗങ്ങളിലും യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംബോധന ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ വിശുദ്ധമായ നോമ്പിനെ പറ്റി പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രതിപാദിച്ചത് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, വിശ്വാസികളായ ആൾക്കാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്. കുത്തിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. ഏത് പ്രകാരം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ പൂർവികന്മാരായ ആൾക്കാർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്? നമ്മളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ നമ്മൾ മറ്റു പല ബുദ്ധിമുട്ടുകളും വേണ്ടിയാണോ? ഒരിക്കലുമല്ല. അല്ലാഹു തന്നെ പറയുന്നു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരാകുന്നതിന് വേണ്ടി, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകുന്നതിന് വേണ്ടി. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 11 മാസക്കാലവും നാം വേണ്ട രീതിയിൽ ആഹരിച്ചും കുടിച്ചും ഒക്കെ ജീവിച്ചവരാണ്. നമ്മുടെ വയറിന് നാം ഒരു ഒഴിവും കൊടുക്കാതെ കണ്ട് ഭക്ഷണങ്ങൾ വേണമെങ്കിലും വേണ്ടെങ്കിലും അമിതമായി നാം ഒക്കെ കഴിച്ചവരാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മുടെ വയറ് ഒന്ന് ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ വിശുദ്ധമായ റമദാനിൽ ഒരു മാസക്കാലം പകല് അന്തിയോളം പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ വയറിനെ ഒന്ന് ശുദ്ധിയാക്കണം. ഇതോടൊപ്പം നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകണം. തഖ്വ ഉള്ളവർക്ക് മാത്രമേ, ഈമാനുള്ളവർക്ക് മാത്രമേ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കാനും വെള്ളം ഉപേക്ഷിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. മറ്റ് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണമെങ്കിലും എന്ത് വേണം? ഈമാൻ ഉണ്ടാകണം. ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ അല്ലാഹു തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരാകുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ കൊണ്ട് ഒരിക്കലും മനുഷ്യനെ അല്ലാഹു തആല ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല. അവൻ്റെ അടിമകളാണ് നമ്മൾ. നമ്മളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനോ കഷ്ടപ്പെടുത്താനോ വേണ്ടിയല്ല. അള്ളാഹുവിൻ്റെ ആ അപാരമായ കഴിവ്, അവൻ്റെ അടിമകളോട് ഉള്ളതായ കൃപ അല്ലാഹു തആല വിനിയോഗിക്കുകയാണ്. എത്രയോ മനുഷ്യർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഭക്ഷണം കഴിക്കാതെ മാസങ്ങളോളം കഴിഞ്ഞുകൂടുന്ന എത്രയോ മനുഷ്യരെ എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കും. വിശപ്പിൻ്റെ കാഠിന്യം നാം ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഹോട്ടലിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പോയി മനുഷ്യൻ കഴിച്ചതിൻ്റെ ബാക്കി കൊണ്ടുവന്ന എച്ചിൽ ഇലകളിൽ നിന്നും പിറക്കിയെടുത്ത് കഴിക്കുന്ന എത്രയോ മനുഷ്യരെ, എത്രയോ കുഞ്ഞു മക്കളെ, എത്രയോ വൃദ്ധന്മാരെ നാം കാണാറ്. അപ്പോഴൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഈ വിശപ്പിൻ്റെ കാഠിന്യം. വിശപ്പ് അത് അല്ലാഹു തആലയാണ് നമുക്ക് വിശപ്പ് നൽകിയത്. കഴിക്കാൻ ആഹാരവും നൽകി, നമുക്ക് ഭക്ഷണം നൽകിയതും വെള്ളം നൽകിയതും ശ്വസിക്കാൻ വായു നൽകുന്നതും ഓക്സിജൻ നൽകിയതും എന്ന് വേണ്ട എല്ലാം അള്ളയാണ്. നമുക്കൊന്നിനും ഒരു കഴിവുമില്ല. അപ്പോൾ അവരെയൊക്കെ ഞാനും നിങ്ങളും കാണുമ്പോൾ
നാം വിശപ്പിൻ്റെ കാഠിന്യം ഒന്ന് മനസ്സിലാക്കണം. ആ വിശപ്പിലൂടെ ഒരു മാസക്കാലം അള്ളാഹുവിന് പകലന്തിയോളം പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് പിടിച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. അത് നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയില്ല. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പ് അനുഭവിച്ചിട്ടില്ലേ? ത്യാഗങ്ങൾ സഹിച്ചിട്ടില്ലേ? കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടില്ലേ? ഒരു അവസരത്തിൽ ഇബ്നു കസീർ തൻ്റെ അൽ ഹിദായത്ത് വൽ ബിദായ എന്ന് പറയുന്ന കിതാബിൽ നിവേദനം ചെയ്തതായി കാണാം. മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു ദിവസം ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇരുന്ന് നിസ്കരിക്കുന്നു. രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് നിസ്കരിച്ചിട്ടില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കരിക്കാത്ത ഒരാളാണ്. പക്ഷെ എന്തേ അള്ളാഹുവിൻ്റെ റസൂൽ ഇരുന്ന് നിസ്കരിക്കും? ഇന്നക തുസല്ലി ജാലിസൻ ഫമാ അസ്വാബക. അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചു, എന്തേ നബിയെ തങ്ങൾ ഇരുന്ന് നിസ്കരിക്കുന്നത്? എന്താണ് അങ്ങയ്ക്ക് പറ്റിയത്? ഇരുന്ന് നിസ്കരിക്കാൻ കാരണം എന്താണ്? ഇതേവരെ അങ്ങ് ഇരുന്നാണല്ലോ നിസ്കരിച്ചിരിക്കുന്നത്. ഇരുന്ന് നിസ്കരിക്കാൻ കാരണം എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ജൂഅ്, ഓ അബൂ ഹുറൈറ, വിശപ്പ് കാഠിന്യമാണ്. വിശപ്പ് കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇരുന്ന് നിസ്കരിച്ചത് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ലാ തബ്കി യാ അബൂ ഹുറൈറ, എന്താണ് അബൂ ഹുറൈറ നീ കരയുന്നത്? എന്തിനാ കരയുന്നത്? പിന്നെ അശദ്ദന്നാസി യൗമൽ ഖിയാമത്തി ലാ തുസ്വീർ, നാളെ ഖിയാമത്ത് നാൾ ഭയാനകമായ അവസ്ഥ നമുക്ക് വരാനുണ്ട്. അതിനെ ഓർക്കുമ്പോൾ ഒന്നുമല്ല അബൂ ഹുറൈറ, നീ കരയേണ്ട കാര്യമില്ല, കരയരുത്. എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഖന്ദഖ് യുദ്ധത്തിൽ കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുമ്പോൾ പട്ടിണിയിലും പരിവട്ടത്തിലുമായി കഴിഞ്ഞു. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖന്ദഖിൽ കിടങ്ങ് കിഴിച്ചത് തൻ്റെ വയറ്റിൽ രണ്ട് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടാണ്. മഹാന്മാരായ സ്വഹാബത്ത് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ആ ഖന്ദഖിൽ കിടങ്ങ് വീഴുകയാണ്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഷർട്ട് പൊക്കറ്റ് കാണിച്ചിട്ടുള്ളയോ സ്വഹാബ, ഞാൻ രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഞാനിവിടെ നിവർന്ന് നിന്നുകൊണ്ട് ഞാൻ ഈ ഖന്ദഖിൽ നാം ചിന്തിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ എത്രയോ കഷ്ടപ്പെട്ടു, എത്രയോ ബുദ്ധിമുട്ടുകൾ സഹിച്ചു ഈ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി. അതിൻ്റെ ഒരു മനുഷ്യൻ പോലും എനിക്കും നിങ്ങൾക്കും സഹിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഈ ഒരു മാസക്കാലത്തെ വിശപ്പ് നമുക്ക് വലിയൊരു ഭാരമായി മാറും. അത് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും വളരെ നേട്ടമാണ്. നാം ഉപയോഗിക്കുന്ന ഒരു വാഹനം, ആ വാഹനം സർവീസ് ചെയ്യേണ്ട സമയത്ത് സർവീസ് ചെയ്യണം, ടെസ്റ്റ് നടത്തേണ്ട സമയത്ത് ടെസ്റ്റ് നടത്തണം, അല്ലേ? ഇതുപോലെയാണ് മനുഷ്യൻ്റെ ഉദരം റെസ്റ്റുമില്ലാതെ ഇങ്ങനെ ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു തആല ഈ ഒരു മാസം പകൽ ഭക്ഷണം കഴിക്കാതെ ആ ശരീരത്തിന്, ആ വയറിന് റെസ്റ്റ് കൊടുത്തുകൊണ്ട് ആന്തരികവും ശാരീരികവും ഭൗതികവുമായ എല്ലാ നേട്ടങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നോമ്പ് അല്ലാഹു തആല നമുക്ക് നിർബന്ധമാണ്. ഉദര സംബന്ധമായ എത്രയോ രോഗങ്ങൾക്ക് ഈ നോമ്പ് പ്രതിവിധിയാണ്. അതുപോലെ തന്നെ രോഗികൾ, മരുന്ന് കഴിക്കുന്ന രോഗികൾ, ഡോക്ടർമാർ പറയുമ്പോൾ എന്തെല്ലാം ഭക്ഷണങ്ങളാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത്? പഥ്യം പിടിച്ചുകൊണ്ട് എത്രയോ ഭക്ഷണങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കാറുണ്ട്. വിശുദ്ധമായ റമദാനിൽ കഴിവുണ്ടായിട്ടും ആവതുണ്ടായിട്ടും നിസ്സാരമായ ചില രോഗങ്ങളുടെ പേര് പറഞ്ഞു, തലവേദനയുടെ പേര് പറഞ്ഞു, മറ്റു ചിലതിൻ്റെ പേര് പറഞ്ഞു നോമ്പ് ഉപേക്ഷിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. ഇതിനൊക്കെ നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങൾ സമാധാനം പറയും. എന്നാൽ ഈ നോമ്പ് ഉപേക്ഷിക്കുന്നവർ ഒരു നോമ്പ് ഉപേക്ഷിക്കുന്നതിൻ്റെ കണക്കനുസരിച്ച് കൊണ്ട് ഫിദിയ കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഓരോരുത്തർ വർഷങ്ങളായി നോമ്പ് നോറ്റിട്ട് എല്ലാ വർഷവും റമദാൻ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്, റമദാൻ ഇങ്ങനെ പോകുന്നുണ്ട്. നോമ്പ് നോക്കാത്ത എത്രയോ മനുഷ്യരുണ്ട്. ഓരോ വർഷത്തെയും കണക്ക് വെച്ച് നോക്കുമ്പോൾ എത്ര കിൻഡൽ അരി നമ്മൾ ഫിദിയ കൊടുക്കേണ്ടി വരും.
ഒന്നും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ നിസ്സാരമായിട്ടാണ് തള്ളുന്നത്. തന്നെയുമല്ല, വിശുദ്ധമായ റമദാനെ അവഹേളിച്ചുകൊണ്ട് പരസ്യമായി ഹോട്ടലുകളിൽ, ചായക്കടകളിലൊക്കെ ഇരുന്നു കൊണ്ട് പരസ്യമായി മറ്റുള്ളവരോടൊപ്പം ഇരുന്നുകൊണ്ട് ചായ കുടിക്കുന്ന അവസ്ഥയൊക്കെ ഞാനും നിങ്ങളും കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാൻ ഒരു മാസമാണ് നമുക്കുള്ളത്. ഇനി അടുത്ത റമദാൻ വരെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹു തആല ഒന്നിന് 70 ഇരട്ടി പ്രതിഫലം, 700ഉം 70,000ഉം ഒക്കെ പ്രതിഫലം നൽകപ്പെടുന്ന ഈ മാസത്തിൽ വിശുദ്ധമായ റമദാൻ നോമ്പ് നോക്കുകയും രാത്രിയിൽ നമുക്ക് പ്രത്യേകമായി നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന തറാവീഹ് നിസ്കാരം, അത് നമ്മളെ നിസ്കരിക്കുകയും ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവുമായി അടുത്ത് വിശുദ്ധമായ റമദാൻ നമ്മളോട് യാത്ര പറയുമ്പോൾ നല്ലൊരു മനുഷ്യനായി, ഹൃദയ സ്ഫുടം ചെയ്തെടുത്ത ഒരു മനുഷ്യനായി അല്ലാഹുവിൻ്റെ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നൽകി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധമായ റമദാനിൻ്റെ നമ്മളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ റമദാൻ ഫുത്തിഹാത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. ഉല്യഖത്ത് അബ്വാബുൻ നാർ, നരകത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുകയാണ്. സുഫിദത്തി ശയാത്തീൻ, ശൈത്താന്മാരെ ബന്ധിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു തആല മലർക്ക തുറന്നിട്ടിരിക്കുകയാണ്, നരകത്തിൻ്റെ കവാടങ്ങൾ അടച്ചിരിക്കുകയാണ്, ശൈത്താന്മാരെ ബന്ധിച്ചിരിക്കുകയാണ്. സ്വർഗം ചോദിക്കണ്ടേ? സ്വർഗം നമുക്ക് വേണ്ടേ? ആ സ്വർഗത്തിലല്ലേ കിടക്കേണ്ടത്? അതല്ല നാളെ നരകത്തിലെ വിറകുകൊള്ളികളാകാൻ വേണ്ടിയാണോ നമ്മൾ വിധിച്ചിരിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ജീവിക്കണം, അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കണം. നാളെ നരകത്തിൽ കിടക്കേണ്ടതിന് പകരം സ്വർഗം നമ്മൾ വാങ്ങിക്കണം. അത് അള്ളാഹുവിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. മഹാനായ തലവ ഉസ്താദ് പറഞ്ഞില്ല, സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെന്നില്ല, അതിലെന്ത് ക്ലേശം ഒന്നുമില്ല സോദരൻ, അല്ലേ? നാളെ അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ദുനിയാവിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കും. പക്ഷേ ഈ നശ്വരമായ ദുനിയാവിൽ നമ്മുടെ ജോലി തിരക്കിനിടയിലും നാഥനായ റബ്ബിനെ ഇബാദത്ത് ചെയ്യുവാൻ സമയം കണ്ടെത്തുന്ന എത്രയോ മനുഷ്യരുണ്ട്. സമയമുണ്ടായിട്ടും അതിനുവേണ്ടി തയ്യാറാകാത്ത എത്രയോ മനുഷ്യരെ എനിക്ക് നമ്മൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് സ്വർഗം റബ്ബിനോട് ചോദിക്കുക, നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കുക. മനുഷ്യനെ വസ്വാസിലാക്കുന്നു, മനുഷ്യനെ മറ്റുള്ള മേഖലകളിലേക്ക് തിരിച്ചുവിടുന്ന, ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടായിരിക്കുന്ന ശൈത്താൻ, ആ ശൈത്താനെ ബന്ധിച്ചിരിക്കുന്ന മാസമാണ്, ചങ്ങലക്കിട്ടിരിക്കുന്ന മാസമാണ്. അപ്പോൾ ശുദ്ധമായ റമദാൻ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നാഥനായ റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് നമ്മുടെ നാവിനെയും കണ്ണിനെയും മറ്റുള്ള എല്ലാ അവയവങ്ങളെയും എല്ലാ മോശത്തരങ്ങളും സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിച്ച്, നരകമോചനം ചോദിച്ച്, സ്വർഗപ്രവേശനം ചോദിച്ച് തഖ്വയിലധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പാവങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കുടുംബാദികൾ എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപൂർണ്ണമായ ഈമാൻ കാമിലാക്കി തരുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി തരുമാറാകട്ടെ. രോഗങ്ങൾ അല്ലാഹു തആല ശിഫാ നൽകുമാറാകട്ടെ. നമ്മുടെ നോമ്പും നിസ്കാരവും ദാനധർമ്മങ്ങളും മറ്റുള്ളതായ ഇബാദത്തുകളുമെല്ലാം അതിനായ റബ്ബ് നമ്മിൽ നിന്നും പരിപൂർണ്ണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് സ്വർഗ്ഗം നസീബാകട്ടെ. ഹജ്ജും സിയാറത്തിന് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.